ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ വരുന്ന ബില്ലെന്ന് പറയുന്ന ഒരു 4000 രൂപയാണ്. 4000 4500 റേഞ്ചിലാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കേണ്ടി വരുന്നത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് സോളാർ ആയിരിക്കും, അല്ലെങ്കിൽ എത്ര, ഇപ്പോൾ സാർ പറഞ്ഞ കിലോ വാട്ട് ആണെങ്കിൽ എത്ര കിലോ വാട്ടാണ് ചെയ്യുക, എനിക്ക് എത്ര രൂപ വരെ സേവ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറയാം. ആ ചോദ്യത്തിന് ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ സാങ്കേതികമായ കുറച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി പറയാൻ ഒക്കുള്ളൂ. നമുക്ക് എത്ര കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വയ്ക്കണം എന്നുള്ളത് ഒരു സാങ്കേതികമാരും സാധാരണ ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനേക്കാൾ വളരെ സിമ്പിളായൊരു കാൽക്കുലേഷൻ ഉള്ളത് നമുക്ക് ഏകദേശം, അത് കൃത്യമായല്ല, നമ്മൾ കൃത്യമായ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉപയോഗക്രമം മനസ്സിലാക്കിയിട്ട് വേണം. പക്ഷെ നമുക്ക് ഇത് അല്ലാണ്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന സിമ്പിൾ ലോജിക്ക് എന്ന് പറയുന്നത് 1000 രൂപ ഒരു മാസത്തിൽ, നമുക്കിപ്പോൾ ബില്ലിംഗ് നടക്കുന്നത് 2 മാസത്തിൽ ഒരിക്കലാണ്. അപ്പോൾ അതിൻ്റെ പകുതി, ഏകദേശം ഒരാൾക്ക് 2000 രൂപ ഒരു ബില്ലിംഗ് സൈക്കിളിൻ്റെ ബില്ല് വരുന്ന ഒരാൾ 1000 രൂപയായിരിക്കും മന്ത്ലി ചിലവാകുന്നത്. അങ്ങനെ 1000 രൂപ വരുന്ന ഒരാൾക്ക് ഏകദേശം 1 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അത് മതിയാവും. അപ്പോൾ അതേ കാൽക്കുലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 2 കിലോ വാട്ടിൻ്റെ സിസ്റ്റം വെച്ച് ഏകദേശം 2000 രൂപ ലാഭം ഉണ്ടാവും. 3 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് 3000 രൂപയുടെ വരെ വൈദ്യുതി ലാഭകരമാക്കാൻ സാധിക്കും. ഇതൊരു ലേമാൻ സാധാരണക്കാരൻ്റെ ലെവലിൽ പറഞ്ഞത് കൃത്യമായ ഒരു അവലോകനം അല്ല.